അബ്രഹാമിന്റെ കൂടാരത്തിനകത്തു ആയിരുന്നപ്പോൾ ഹാഗാറിന് ഒരു കുറവുമില്ല, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ദൈവത്തെ വേണ്ട. പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ അങ്ങ് വിളിക്കുന്നത്. കൂടാരത്തിലായിരുന്നപ്പോ ഈ പുള്ളിക്കാരി ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. പുള്ളിക്കാരി ഇതുവരെ ജോലി എന്തായിരുന്നു? സാറായുടെ കാര്യം നോക്കണം, അബ്രഹാമിന്റെ കാര്യം നോക്കണം, കൂടാരത്തിൽ വേല ചെയ്യണം. ഇതൊക്കെയായിരുന്നു ഈ ദാസിയുടെ പണി. ഇതുവരെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവത്തെ കാണാനും ഇവർക്ക് അതിനുവേണ്ടി പോയിട്ടില്ല. പക്ഷെ അതുവരെ അബ്രഹാമിന്റെ കൂടാരത്തിലായിരുന്നപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: എന്നെ കാണുന്നവനെ. ഇതുവരെ ഈ പുള്ളിക്കാരി ദൈവത്തെ കണ്ടിട്ടില്ല. ഇതുവരെ നടന്നത് ദൈവമാണ് ഇവളെ കണ്ടത് എന്ന് വെച്ചാ അവൻ ദൈവത്തെ കാണേണ്ടതുപോലെ കാണാതെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നാലും, നമ്മൾ ദൈവത്തെ കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. സദൃശവാക്യം 15:3 യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാ നീ പ്രാർത്ഥിച്ചാൽ മാത്രം നിന്നെ നോക്കുമെന്നല്ല, നീ പ്രാർത്ഥിച്ചില്ലേലും നിന്നെ നോക്കും. ദൈവത്തിന്റെ കണ്ണ് നിന്റെ പേരുണ്ട്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഈ അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് ഈ ഹാഗർ ആയിരുന്നപ്പോ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അപ്പോഴും നിനക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവമില്ലാത്തപ്പോൾ നീ ജീവിക്കുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞ് നിനക്കൊരു മരുഭൂമി വരും, ആരുമില്ലാത്ത ഒറ്റയ്ക്കാകുന്ന മരുഭൂമി വരും. ഇതുവരെ തിന്നാൻ തന്നവരും, ഇതുവരെ നിന്നെ ഉടിപ്പിച്ചവരും, ഇതുവരെ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നവരൊന്നും നിന്റെ അടുക്കലില്ലാത്ത നീ ഒറ്റയ്ക്കാകുന്ന ഒരു സമയം വരും. ആ ഒറ്റയ്ക്കാകുന്ന സമയത്ത് ഈ ഇന്നലെ വരെ നോക്കിക്കൊണ്ടിരുന്ന ദൈവം ഈ മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പം അപ്പോഴാണ് ഹാഗർ വിളിച്ചു പറയുന്നേ: എന്നെ കണ്ടോണ്ടിരുന്നവനെ, ഇന്നലെ വരെ എന്നെ കണ്ട ആ ദൈവത്തെ ഇന്ന് ഞാൻ ഇവിടെ ഞാൻ കാണുന്നു, ഈ മരുഭൂമിയിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു ദൈവം എനിക്കുണ്ടെന്ന്, ഇങ്ങനൊരു ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നെന്ന്, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നെന്ന്. ഇന്ന് പകൽ ആരുടെയൊക്കെയോ ദൈവം പറയുന്നു, ദൈവം നിന്നെ കാണുന്നുണ്ട്. ചിലർക്കൊക്കെ ദൈവം ചില അവസരങ്ങളിൽ ദൈവത്തെ കാണാൻ പറ്റാതെ എന്ത് ചെയ്യും? മറച്ചു വയ്ക്കും. അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയാൻ കഴിയാതെ വണ്ണം ചിലരെ ദൈവം എന്ത് ചെയ്യും? കണ്ണിനെ മറച്ചു വയ്ക്കും. എന്നാൽ ഒരു പരിധി കഴിയുമ്പോ, എന്ന് വെച്ചാൽ ഹാഗാറിന്റെ ഭാഷയിൽ പറഞ്ഞ, നീ ഒറ്റയ്ക്കാകുമ്പോ ഈ മറയങ്ങ് നീക്കും, നീ ദൈവത്തെ കാണും. നീ ഈ ദൈവം നിന്റെ കൂടെ കാണും, ഈ ദൈവം നിന്റെ തലമുറയോട് കാണും, ഈ ദൈവം നിന്റെ കുടുംബത്തോട് കാണും. പിന്നെ നിന്റെ ലൈഫിൽ നീ ഒറ്റയ്ക്കാകത്തില്ല, പിന്നെ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാകത്തില്ല. ഈ മരുഭൂമിയുടെ നിന്നെ കടത്തിവിടുന്നത് ഈ മരുഭൂമിയിൽ നിന്നെ തകർക്കാനല്ല, നിന്നെ കൊന്നുകളയാനല്ല, നിന്റെ പ്രാണന എടുക്കാനല്ല. ഈ മാർഗം നിന്റെ ലൈഫ് ടൈമിൽ നിന്റെ തലമുറയോട് കൂടെ ഇരിക്കാൻ